ഹലോ മക്കളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് J2021 EM Waves എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു അടിപൊളി ചോദ്യമാണ്. അപ്പോൾ ഈ ചോദ്യം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. The magnetic field vector of an electromagnetic wave is given by B is equal to B0 I plus J by root 2 cos kz minus omega t, where I comma J represents unit vector along x and y axis respectively. At time t is equal to 0, the two electrical charges Q1 of 4 pi coulomb, Q1 of 4 pi coulomb and Q2 of 2 pi coulomb are located at 0,0 pi by k and 0,03 pi by k respectively, have the same velocity of 0.5 c I. Where c is the velocity of light, the ratio of forces acting on the charge Q1 to Q2 is. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ചാർജുകളുണ്ട്, Q1ഉം Q2ഉം. ഈ രണ്ട് ചാർജുകൾക്കും സെയിം വെലോസിറ്റി ആണ് ഉള്ളത്, ബട്ട് ദേ ഹാവ് ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ്സ്. അപ്പോൾ ഈ രണ്ട് ചാർജുകളും ഇരിക്കുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ്, ബട്ട് ദിസ് മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ദ വാല്യൂ ഓഫ് ഇസഡ്. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ചാർജിനും സെക്കൻഡ് ചാർജിനും കിട്ടുന്ന മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ റേഷ്യോ എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം Q എന്ന് പറയുന്ന ചാർജ് V എന്ന് പറയുന്ന വെലോസിറ്റിയോടുകൂടി B എന്ന മാഗ്നറ്റിക് ഫീൽഡിൽ എത്തപ്പെട്ടാൽ ആ ചാർജിന് കിട്ടുന്ന മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഫോർമുല F is equal to Q into V cross B എന്നാണ്. അപ്പോൾ ഈ രണ്ട് ചാർജുകൾക്കും കിട്ടുന്ന മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് F1 by F2 is equal to Q1 by Q2 into V cross B1 divided by V cross B2 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടി. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ആൻസറായി. അപ്പോൾ നമുക്ക് ആദ്യം B1 എത്രയാണ്, B2 എത്രയാണെന്ന് കണ്ടുപിടിക്കാം. B1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ ചാർജിന് കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് B1. അപ്പോൾ B1 is equal to B0 I cap plus J cap by root 2 cos k into Z. ഫസ്റ്റ് ചാർജിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് 0,0 പൈ ബൈ കെ ആണ്. അപ്പോൾ നമ്മുടെ ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പൈ ബൈ കെ ആണ്. സോ പൈ ബൈ കെ മൈനസ് ഒമേഗ ടി. ടി എത്രയാണ് ഇവിടെ? 0 ആണ്. സോ ഒമേഗ ടി എന്ന ടേം 0 ആയി പോകും അല്ലേ? ഓക്കെ, അപ്പോൾ B1 is equal to B0 I plus J by root 2 into cos k and k കട്ടായി cos പൈ കിട്ടും. അപ്പോൾ cos പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. സോ നമ്മുടെ ആൻസർ ഈസ് B1 is equal to minus B0 into I cap plus J cap divided by root 2. സിമിലർലി നമുക്ക് B2 കൂടെ കണ്ടുപിടിക്കണം. B2 is equal to B0 I cap plus J cap divided by root 2 cos k into Z. രണ്ടാമത്തെ ചാർജിൻ്റെ ലൊക്കേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 0,0,3 പൈ ബൈ കെ. അപ്പോൾ ഇസഡിൻ്റെ സ്ഥാനത്ത് 3 പൈ ബൈ കെ ഇട്ട് കൊടുക്കാം. മൈനസ് ഒമേഗ ടി. ടി 0 ആണ്, അപ്പോൾ ആ ടേം 0 ആവും. കെ ഗെറ്റ്സ് ക്യാൻസൽ. സോ B0 I cap plus J cap by root 2 cos 3 പൈ. ഇപ്പോൾ കോസിൻ്റെ ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് പൈയിൽ നമുക്ക് -1 ആണ് കിട്ടുക. സോ അവിടെ നമുക്ക് -1 വരും. സോ മൈനസ് B0 I cap plus J cap divided by root 2. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി, B1ഉം B2ഉം ഈക്വൽ ആണ്. അപ്പോൾ B1ഉം B2ഉം ഈക്വൽ ആണ്, അവരുടെ വെലോസിറ്റീസ് ഈക്വൽ ആണ്. സോ മുകളിലും താഴെയുള്ള V ക്രോസ് B ടേംസ് ക്യാൻസൽ ആവും. സോ ഫോഴ്സിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ Q1 by Q2 ആണ്. വാട്ട് ഈസ് Q1? Q1 is 4 pi, Q2 is 2 pi, 4 pi by 2 pi, that is 4 by 2. We get the answer 2:1.